നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. ക്ഷമയുടെ നെല്ലിപ്പലക കാണുക എന്നൊരു പ്രയോഗം നമ്മുടെ മലയാള ഭാഷയിലുണ്ട്. കിണറിന്റെ ഏറ്റവും അടിത്തട്ടില് വെള്ളം ശുദ്ധീകരിക്കാനും കിണറിന് ബലം കിട്ടാനും വെക്കുന്ന നെല്ലി മരത്തടിയുടെ ഒരു പലകയാണത്. അതുകൊണ്ടാണ് അതിനങ്ങനെ ഒരു പ്രയോഗം വരാൻ കാരണം. അതായത് ഏറ്റവും അടിത്തട്ടിൽ വരെ ക്ഷമിച്ച് ചെയ്യാവുന്നതെല്ലാം ചെയ്തതിന് ശേഷം മാത്രം പ്രതികരിക്കുന്ന ഹിന്ദുവിനെ കുറിച്ച് മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായിട്ടുള്ള ശ്രീ വി മുരളീധരൻജി വിവരിച്ചിരിക്കുന്നത് ഒന്ന് കേട്ടു നോക്കുക. ഹിന്ദു എന്താണ് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല വിവരണമാണത്. ഗൃഹസമ്പർക്കത്തിന് ഇറങ്ങുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത്രയെല്ലാം കൊള്ളരുതായ്മ ചെയ്തിട്ടും ഹിന്ദു വീടുകളിൽ നിങ്ങൾക്ക് കയറി ചെല്ലാൻ കഴിയുന്നത് തന്നെ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ വൈറസാണ്, പകർച്ചവ്യാധിയാണ് എന്നൊക്കെ ആക്ഷേപിക്കുന്ന സനാതന ധർമ്മത്തിൻ്റെ മഹത്വം കൊണ്ടാണ്. ലോകത്ത് മറ്റൊരു ജനവിഭാഗത്തിനും ഇത്രയേറെ സഹിഷ്ണുത ഉണ്ടാവില്ല. സനാതന ഹിന്ദുവിനെ പോലെ ക്ഷമയും സഹനശക്തിയുമുള്ള മറ്റൊരു മതവിഭാഗവും ഈ ഭൂലോകത്തിനില്ല. അയോധ്യയിൽ അധിനിവേശ ശക്തികൾ തച്ചുടച്ച ശ്രീരാമക്ഷേത്രം പുനർനിർമ്മിക്കാൻ 500 വർഷം പ്രാർത്ഥനയോടെ കാത്തിരുന്നവരാണ് ഈ രാജ്യത്തെ സനാതന ധർമ്മികൾ. അതുതന്നെയാണ് ശബരിമലയിലും കാണുന്നത്. ആചാര ലംഘനത്തെ നേരിടാൻ നാമജപമാണ് ഉപയോഗിച്ചത്.